Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പ്രാവശ്യം നമ്മൾ ഈ ഒരു റെസിപ്പി ചെയ്തിട്ടുണ്ട്, ഒരു വേറെ രീതിയിലാണ് ചെയ്തത്. പക്ഷേ ഇന്ന് ചെയ്യാൻ പോകുന്ന വേറെ രീതിയിലാണ്. വേറെ ഏത് റെസിപ്പിയാണെന്ന് ചോദിച്ചാൽ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ഡക്ക് റോസ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. ഡക്ക് റോസ്റ്റ് ആണോ കറിയാണോ എന്നൊക്കെ പറഞ്ഞതിനെക്കാട്ടിലും ഉപരി ഇത് എനിക്ക് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ലീന ചേച്ചിയുടെ ഒരു റെസിപ്പിയാണ്. ഈ ലീന ചേച്ചി ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ പ്രൊഡ്യൂസറായ ആൽവിൻ ആൻ്റണിയുടെ വൈഫാണ് ലീനേച്ചി. ലീനേച്ചിയുടെ പങ്ക് ആൻ്റണിയുടെ പങ്കും ഞങ്ങളുടെ ലൈഫിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തിന് എന്താ പറയുക ഏറ്റവും കൂടുതൽ ഞങ്ങളോട് ചേർന്ന് നിന്ന രണ്ട് വ്യക്തികളാണ്. അതുമാത്രമല്ല എൻ്റെ ഏട്ടന് ഫസ്റ്റ് മൂവിക്ക് അദ്ദേഹമാണ് എൻ്റെ ഏട്ടന് അഡ്വാൻസ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് നല്ല ബന്ധം, അതായത് എന്താ പറയുക ഒരു സഹോദരനെക്കാട്ടിലും അടുപ്പമുള്ള വ്യക്തിയാണോ എന്ന് ചോദിച്ചാൽ അതെ. അപ്പോൾ ആ ലീനേച്ചിയുടെ സ്പെഷ്യൽ താറാവ് കറിയാണ് ഇന്ന് ഞാനിവിടെ ചെയ്തത്. നമ്മൾ വിജയ് യേശുദാസ് വന്നപ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ ചെയ്തായിരുന്നു ഒരു താറാവ് റോസ്റ്റ്. പക്ഷേ ഇതെൻ്റെ ലീനേച്ചിയുടെ സ്പെഷ്യലാണ്. അപ്പോൾ എല്ലാ പ്രാവശ്യം എന്നോട് പറയും നീ ഇത് ചെയ്ത് നോക്ക്, അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും എൻ്റെ വീട്ടിലേക്ക് ഉണ്ടാക്കി കൊടുത്തു വിടുന്നതാണ്. ലീനേച്ചിയോട് ഞാൻ എപ്പോഴും താറാവ് ഞാൻ കുറച്ചേ കഴിക്കുള്ളൂ, ഗ്രേവിയാണ് കൂടുതലും. ഞാൻ എപ്പോഴും ലീനേച്ചി എനിക്ക് ഉരുളക്കിഴങ്ങ് കൂടുതൽ കേട്ടോ, ഞാൻ അത് ഇടും. പക്ഷെ ആ ഗ്രേവി എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റാണ്. ഇതിന് വേണ്ടിയത് കുറച്ച് മഞ്ഞപ്പൊടിയാണ് വേണ്ടേ, പിന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചത്, പിന്നെ കുറച്ച് ഇഞ്ചി ചതച്ചത്, പച്ചമുളക് ചതച്ചത്, അല്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് നല്ലോണം അരച്ചെടുത്താലും മതി. പിന്നെ വേണ്ടിയത് കുറച്ച് മല്ലിപ്പൊടി, ഇത് കുറച്ച് ചിക്കൻ മസാല എടുത്തേക്കുന്നേ, പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി കുരുമുളക് പൊടി. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കുരുമുളക് തന്നെയാണ്. പിന്നെ വേണ്ടിയത് ഒരു സവാള, ഇത് ഒരു സവാളയല്ല, ഒരു 4 മീഡിയം സവാള കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുവാണേ. ഇത് ശരിക്കും 1 കിലോ താറാവുണ്ട്. തൊലിയോട് കൂടി എടുക്കുന്ന ഇഷ്ടമാണെങ്കിലുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം, അതല്ല തൊലി ഇല്ലാതെ ചെയ്യാനാണെങ്കിൽ അങ്ങനെ. പിന്നെ വേണ്ടിയത് കുറച്ച് മുളക് പൊടി, പിന്നെ ഉള്ളത് കുറച്ച് ഉരുളക്കിഴങ്ങ. ഈ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ നമ്മൾ ചതുരമായിട്ടിടാം, അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ വട്ടത്തിലരിഞ്ഞ് നമ്മളിങ്ങനെ പൊട്ടറ്റോ ചിപ്സ് ഒക്കെ ഉണ്ടാക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ വട്ടത്തിൽ അരിഞ്ഞ് മീൻ വറുക്കുന്ന പോലെ ആ അരപ്പ് ഞാൻ കാണിച്ചു തരാം, അതേപോലെ ചെയ്താലും മതി. ഇനിയിപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്നാന്ന് വെച്ചാൽ നമുക്കൊരു ബോൾ എടുത്തിട്ട് ആദ്യം ഈ ഇറച്ചി ഒന്ന് തിരുമ്മി വെക്കണം. അതിന് വേണ്ടിയിട്ട് ചേർക്കേണ്ട ചേരുവകൾ എന്നാണെന്നറിയാമോ? കുറച്ച് മഞ്ഞപ്പൊടി, താറാവ് വയ്ക്കുമ്പോൾ ഇച്ചിരി മഞ്ഞപ്പൊടി ഇച്ചിരി ഇടുന്നത് നല്ലതാട്ടോ. അതേപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും. ഇതിപ്പോൾ തിരുമ്മി വെക്കാൻ 1 ടീസ്പൂണേ ഇടുന്നുള്ളൂ, അല്ലാതെ നമ്മൾ വഴറ്റുമ്പോൾ കുറച്ചുകൂടെ ഇടാം. കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ഇച്ചിരി പച്ചമുളക്. ഈ പച്ചമുളക് ഒരു 3 പച്ചമുളക് ഞാൻ ചതച്ച് വെച്ചതാ, അത് ഞാനങ്ങ് എടുക്കുക. കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇതിനകത്ത് ഇടണം. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇടുന്നത് കുരുമുളകാണ്, അതുകൊണ്ട് 1 ടീസ്പൂൺ കുരുമുളക്. എന്നിട്ട് ഇതിനകത്ത് എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു ഇച്ചിരി ഉപ്പും കൂടെ ഇട്ടാലേ താറാവ് ഒന്ന് തിരുമ്മി വെക്കണം. പിന്നെ നമ്മൾ താറാവിൻ്റെ ഗ്രേവി ചേർക്കുമ്പോഴത്തേക്ക് ഒന്ന് ഉപ്പ് ശ്രദ്ധിച്ചോണേ. ഓക്കെ, ഈ താറാവ് ഇങ്ങനെ തിരുമ്മി ഇതിനകത്തിരിക്കട്ടെ. ഇനി അടുത്തത് നമുക്കൊരു ചെറിയ പൊടിയെല്ലാം കൂടെ ഒന്ന് കലക്കണം. ആ താറാവ് ഒന്ന് ആ മസാല ഒന്ന് പിടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഈ പൊടി ഒന്ന് ചേർക്കാവേ. അതിനായിട്ട് ഇതിനകത്തും ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടോ. അതിനകത്ത് ഇട്ടിട്ടുണ്ട്, പക്ഷെ ഒരുപാട് വേണ്ട. ഇതിനകത്തോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ കണക്കിന് മല്ലിപ്പൊടി. ഇതിപ്പോൾ ടീസ്പൂണാണ് ഞാൻ എടുക്കുന്നത്, അതുകൊണ്ട് ഒരു 4 സ്പൂൺ എടുക്കുക. പിന്നെ ഒരു കുറച്ച് ചിക്കൻ മസാല, അതൊരു 2 ടീസ്പൂൺ. കുറച്ച് ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ ഇട്ടാൽ മതി. പിന്നെ വേണം കുരുമുളക് പൊടി.
ഇത് ഇത്രയും നമുക്ക് ഒന്നെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് ഒഴിച്ച്. ഇപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് കുഴച്ച് വെക്കുവാണേ. ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ഒരുപാട് ഉപയോഗിക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ഒരു കാര്യം ചെയ്തോ, കുറച്ച് വെള്ളത്തിൽ കുഴച്ച് വെച്ചാലും മതി. അപ്പം ഇനി നമ്മൾ കുക്കർ കത്തിച്ചു. എന്നാൽ ഈ താറാവിനൊരു ഇച്ചിരി വേവ് കൂടുതലാണ്. അതല്ല എന്താ പറയുക, അടുപ്പിലിട്ടൊരു സ്ലോ കുക്കിംഗ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഇപ്പം ഇതിനകത്തോട്ട് ഞാൻ ഒരു ഇച്ചിരി നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്താൽ നമ്മൾ ഉള്ളി വഴറ്റാനായിട്ട് പോകുന്നത്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ, ഈ എണ്ണ ഒരു ഇച്ചിരി നല്ലതായിട്ടൊന്ന് മൂത്ത് വരണം. അതായത് എണ്ണ നല്ല ചൂടാവണം, മൂക്കല്ല, സോറി, നല്ല ചൂടായി കഴിയുമ്പോൾ നമുക്കിതിനകത്ത് കടുക് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഡയറക്റ്റായിട്ട് നമ്മൾ ഈ സവാള അങ്ങ് ഇടുക. വേണ്ടേ, നമ്മുടെ നെയ്യും എണ്ണയെല്ലാം ഉരുകി ഇനിയാണ് ഇതിനകത്തോട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള. ഒരു ഇച്ചിരി ഉപ്പ് നമ്മൾ ആ ഇറച്ചിക്കകത്ത് തിരുമ്മി വെച്ചായിരുന്നു, പക്ഷെ ഗ്രേവിക്കകത്ത് ഉപ്പ് വേണം, നമ്മുടെ ഉള്ളി ഒന്ന് പെട്ടെന്ന് വാടണം. അതിനും വേണ്ടിയിട്ട് കുറച്ച് ഉള്ളിക്കകത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പ് കൂടെ ഇടുക. ഇതിന്റെ കൂടെ തന്നെ ഒന്നിച്ച് മൊരിയാനുള്ള സാധനമാ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും. താറാവായതുകൊണ്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടുതലിട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ അളവ് പറയുവാണെങ്കിൽ കിലോയുടെ ആണെങ്കിൽ 1.5 ടീസ്പൂൺ അങ്ങനത്തെ കണക്കെടുത്തേച്ചാൽ മതി. നമ്മൾ കുറച്ച് നമ്മുടെ താറാവിൽ തിരുമിയും വെച്ചിട്ടുണ്ട്, അപ്പം അത് നോക്കിയേച്ച് വേണം നമ്മൾ വഴറ്റാൻ നേരം ഇടാനേ. ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ഒന്ന് വഴന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആ കറിയിൽ പോകേണ്ട ഒരു മണം വരേണ്ട ഒരു സാധനം ആ കറിവേപ്പില. ഇതും കൂടെ കിടന്ന് നല്ല ബ്രൗൺ കളറിൽ ഒന്നും മൊരിയട്ടെ. ഇപ്പൊ നമ്മുടെ ഉള്ളിയൊക്കെ ഒരു ഇച്ചിരി നല്ലതായിട്ട് വാടിയിട്ടുണ്ട്. എന്നാൽ ബ്രൗൺ ആവണ്ട, എന്നാൽ അതൊന്ന് വെന്ത് ആ ബ്രൗൺ ആവാൻ തുടങ്ങുന്ന ഒരു സമയമില്ലേ, ആ സമയം വരെ നല്ലോണം വഴറ്റി നമ്മുടെ എണ്ണയൊക്കെ നല്ലോണം ഒന്ന് തെളിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ ഈ കൂട്ടി വെച്ചിരിക്കുന്ന കൂട്ടില്ലേ, അതായത് നമ്മുടെ മല്ലിപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, അതിൻ്റെ കൂടെ കുറച്ച് കുരുമുളകും കൂടെ ചേർത്ത് കുഴച്ച് വെച്ച മസാല ഇത് ഞാൻ ഇതിനകത്തോട്ട് ചേർക്കാൻ പോവാണേ. ഇതിന്റെ ഒരു പച്ചച്ചൊവ ഒന്ന് മാറിക്കിട്ടണം. അതും ഇതേപോലെയാ നമ്മുടെ എണ്ണ ഒരു ഇച്ചിരി തെളിഞ്ഞ് ആ എണ്ണ തെളിയിക്കാനായിട്ടും അരപ്പ് മൂക്കാനായിട്ടും നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ കുറച്ച് വെള്ളം ഒഴിച്ചേച്ച് അതൊന്ന് പച്ചച്ചൊവ മാറ്റിയെടുക്കാം. ഉള്ളിയിൽ ഇച്ചിരി ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, അതേപോലെ ഇറച്ചിയിൽ ഉപ്പുണ്ട്. ഇറച്ചിയെല്ലാം വെന്തതിന് ശേഷം പിന്നെ ഉപ്പ് നോക്കിയാൽ മതിയേ. കാര്യം എന്നാന്ന് വെച്ചാൽ ഉപ്പ് എങ്ങാനും കൂടിപ്പോയാലോ, കാര്യം നല്ലോണം ഇറച്ചിയിൽ തിരുമ്മി വെച്ചിട്ടുണ്ട്. പിന്നെ അതൊന്ന് വെന്ത് പിന്നെ ഗ്രേവി ആവുമ്പോൾ ആ ഗ്രേവിയിലൊന്ന് നോക്കാം. ഇപ്പം ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഉണ്ടല്ലോ ആ ഉപ്പ് ഇറച്ചിയിൽ നല്ലോണം പിടിക്കും. ഓക്കെ, നമ്മുടെ എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ വേണ്ട ഈ ഇറച്ചി ഇതിനകത്തോട്ട് ഇടുക. നമ്മുടെ ആ മസാല നല്ലോണം ആ ഇറച്ചിയിലൊന്ന് തിരുമ്മി, അതായത് ഇറച്ചിയും മസാലയും കൂടെ ഒന്ന് നല്ലോണം ഒന്ന് വരട്ടിയിടണം. ആ മസാല ഇറച്ചിക്കകത്തോട്ടുണ്ടല്ലോ താറാവിനകത്തോട്ട് നല്ലോണം ഒന്ന് പിടിക്കണം. അതുവരെ ഒന്ന് നല്ലതായിട്ട് ഇളക്കി കൂട്ടി കൊടുക്കുക. പിന്നെ നമ്മുടെ ഈ ഇറച്ചി വേവാനായിട്ടുണ്ടല്ലോ
കുറച്ച് സമയമെടുക്കും. അപ്പം അതിനുള്ള വെള്ളം നമ്മൾ ഇതിന് ഒഴിച്ചു കൊടുക്കണം. ഈ ഇറച്ചിയിൽ നിന്ന് താറാവ് ഇറച്ചിയിൽ നിന്ന് വെള്ളം ചിക്കൻ ഊറുന്ന പോലെ ഊറുകയില്ല. നമ്മൾ കുറച്ച് എക്സ്ട്രാ വെള്ളം കൊടുക്കണം. അത് കൊടുക്കുമ്പോൾ കുറച്ച് ചൂട് വെള്ളമാണെങ്കിൽ കുറച്ച് നല്ലത്. ഇപ്പം ഞാൻ നല്ലോണം ആ മസാല ഇറച്ചിയിലോട്ട് തിരുമ്മി കൂട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഒരു ഇച്ചിരി വെള്ളം ഒഴിക്കുക. അതായത് ഇറച്ചി ഒന്ന് വേഗണ്ടായോ. ശരിക്കും പറഞ്ഞാൽ ഈ ഇറച്ചിക്കറി ഉണ്ടല്ലോ ഭയങ്കര എളുപ്പമാണ്, പക്ഷെ ഭയങ്കര സ്വാദാണ്. പക്ഷെ ലീനേജ് ഉണ്ടാക്കുന്നത് ചിലപ്പം അത്രയും നിറവോടുകൂടി ആയതുകൊണ്ടായിരിക്കും നമുക്ക് ആ നിറവും ടേസ്റ്റും ഇതിനകത്ത് ഉണ്ടാവുന്നത്. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞിരിക്കുന്നത് ഉരുളക്കിഴങ്ങ് ഇതൊന്ന് ഒരു 2 വിസില്. ഈ ഉരുളക്കിഴങ്ങ് ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് വേവുന്ന സമയത്ത് ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങ് ഇവിടെ ഇപ്പം ഞാൻ എന്താ പറയുക ചതുര കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പച്ച ഉരുളക്കിഴങ്ങ് എടുത്തേച്ച് വട്ടത്തി അരിയല്ലേ തിൻ സ്ലൈസസ് ആയിട്ട് അരിഞ്ഞു വെച്ച് ഇനി ഈ ചെയ്യാൻ പോകുന്നത് ഒന്ന് മാരിനേറ്റ് ചെയ്യാം. ഉരുളക്കിഴങ്ങും കുറച്ച് ഉപ്പ് നമ്മൾ എല്ലാത്തിലും ഇട്ടിട്ടുണ്ട് ഇച്ചിരി അതൊന്ന് നോക്കി വെച്ചേ ഇടാവുള്ളൂ. ഇച്ചിരി ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടി, അതിൻ്റെ കൂടെ കുറച്ച് മുളക് പൊടി. മുളക് പൊടി എന്ന് പറയുന്ന ആ ഒരു ഐറ്റം നമുക്ക് ആ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്താ പറയുക ഉരുളക്കിഴങ്ങിൽ മാത്രമേ വരുന്നുള്ളൂ, മസാലയിൽ വരുന്നില്ല. അതായത് ഇറച്ചിയുടെ ആ മസാലയിൽ വരത്തില്ല. പിന്നെ ഇതെന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു പാൻ വെച്ചേച്ച് അതൊന്ന് വറുത്ത് കോരണം. ഇതിനകത്ത് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് നെയ്യാണ് ഒഴിക്കുന്നത്. ഈ താറാവ് കറി വെക്കുമ്പോൾ ഉണ്ടല്ലോ റോസ്റ്റിനും താറാവ് കറിക്കൊക്കെ ഏറ്റവും കൂടുതൽ താറാവിൻ്റെ കൂടെ രുചി കയറുന്ന നെയ്യാണ്. അതുകൊണ്ട് ഞാൻ ഒരു ഇച്ചിരി നെയ്യ് ഒഴിക്കുക. നമ്മുടെ ഇഷ്ടം പോലെ കേട്ടോ, വറുത്ത് കോരാം, അതല്ല ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ആ ഉള്ളിയൊക്കെ വഴറ്റാനായിട്ട് ഇഷ്ടം പോലെ നെയ്യും എണ്ണയൊക്കെ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്യുന്നത് ഒരുപാട് നെയ്യ് ഒഴിക്കുന്നില്ല. ഇതിനകത്തോട്ട് ഞാൻ ആ ഉരുളക്കിഴങ്ങ് ഒന്ന് ഷാലോ ഫ്രൈ ആക്കി എടുക്കുവാണേ. ഇതൊരു ഇച്ചിരി മൂക്കണം. അതായത് ഒരു ഷാലോ ഫ്രൈ എന്ന് പറഞ്ഞാലും മീൻ വറക്കുന്ന പോലെ അല്ല, ബ്രൗൺ നിറമൊന്ന് വരണേ. ഒരു എളുപ്പ വഴിയാണെങ്കിൽ ഇത് നമുക്ക് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുക്കാം. അതല്ല നമ്മൾ പച്ച ഉരുളക്കിഴങ്ങാണെങ്കിൽ നമ്മളിങ്ങനെ ചതുര കഷ്ണങ്ങളിൽ ഇടുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വേവിനൊരു ചെറിയ പ്രശ്നം വരുവല്ലേ, അപ്പോൾ വെന്തോ വെന്തില്ലേ എന്നുള്ളത് വരും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തേച്ച് നമ്മൾ കുക്കറിലോട്ടിട്ട് ഒരുമിച്ച് വിസിലെടുത്താൽ മതി. അതല്ല വേവിച്ചതാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരട്ടിയെടുത്തിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ട് ഇതിനൊരു 2 വിസിൽ വരുവല്ലേ, ആ സമയത്ത് ഇതും കൂടെ ഇട്ടിട്ട് ബാക്കി ഇറച്ചിയും കൂടെ വേവിച്ചെടുത്താൽ മതി. പക്ഷെ അങ്ങനെ എടുക്കുമ്പോഴും ഈ പറഞ്ഞ പോലെ ഉരുളക്കിഴങ്ങ് അങ്ങ് വെന്ത് ഉടഞ്ഞ് അങ്ങനെ പോവുകയല്ല, അത് അങ്ങനെ തന്നെ കിടക്കും. അതുകൊണ്ട് അത് ഞാനും വിചാരിച്ചു ആദ്യം അതങ്ങ് വെന്തുടഞ്ഞു പോകുന്നു, പക്ഷെ പോവുകയല്ല. അതുകൊണ്ട് അതിനെ അങ്ങനെ ഇട്ടിട്ട് 2 പ്രഷറും കൂടെ എടുക്കാം. ഇതൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്തെ ഞാൻ ഒരു ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ടോട്ടെ. ഇതിന് ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടം കറിവേപ്പിലയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ദിനേശ് പറഞ്ഞു മല്ലിയിലയും കൂടുതൽ ഇടണം എന്ന്. അവിടെ മല്ലിയിലയും വെച്ചിട്ടുണ്ട്. ഇത് ശരിക്കും ഉരുളക്കിഴങ്ങ് ഒന്ന് മൊരിയുന്നതാ അതിൻ്റെ ഒരു ടേസ്റ്റ്. ഇനി ഈ പറഞ്ഞ പോലെ ഇതിന് ഒരുപാട് പണികളൊന്നുമില്ല, ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ പണി എന്ന് പറയാൻ. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് നല്ല വരട്ടി ഒരു തിക്ക് ഗ്രേവി ആക്കി എടുക്കണം. ഉപ്പ് നോക്കിക്കോളുക. എരിവ് എന്ന് പറയുന്നത് പച്ചമുളകും കുരുമുളകുമാണ്. പക്ഷേ പച്ചമുളകിനെക്കാട്ടിലും കൂടുതൽ എരിവ് എന്ന് പറയുന്നത് കുരുമുളകിൻ്റെ രുചിയാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ എരിവ് ചേർക്കാനായിട്ട്. ഇനി ഇതിന് വേറെ ജോലിയൊന്നുമില്ല. അതുകൊണ്ട് എൻ്റെ ഉരുളക്കിഴങ്ങ് പകുതിയോളം ഷാലോ ഫ്രൈ ആയി കഴിഞ്ഞു. ഇനി ഒരുപാട് മൂപ്പിച്ചാൽ കൊള്ളുകയല്ല. ഇഷ്ടമാണെങ്കിൽ ചെയ്യാം കേട്ടോ, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല.
ഇനി താറാവൊക്കെ ഒന്ന് അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ പണിയുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു വൃത്തിയാക്കൽ, അതിൻ്റെ ഒരു മണം, ഇതെല്ലാം നമ്മുടെ അടുക്കളയിലൊന്നും വൃത്തിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന ഗസ്റ്റിന് അയ്യോ ഇതെന്നാ മണം എന്ന് ചോദിക്കുകയല്ലേ എന്ന് പറഞ്ഞ പോലെ ഇന്ന് നമ്മുടെ ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന ഗസ്റ്റിനും അതേപോലെ ഒരു മണമോ ഒരു എന്താ പറയുക ഒരു ഒന്നും തോന്നാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ വൃത്തിയാക്കണം, അതെൻ്റെ ഒരു ജോലിയാണ്. പക്ഷെ ഇന്ന് വരാൻ പോകുന്ന ഗസ്റ്റ് ആരാന്നറിയണ്ടേ? നമ്മുടെ ഫസ്റ്റ് സീസണിലും ദീപക് വന്നിട്ടുണ്ട്. ഏത് ദീപക് എന്ന് ചോദിച്ചാൽ ദീപക് പരമ്പോളാണ് ഇന്ന് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത്. ആദ്യ സീസൺ വന്ന് കുറേ വിശേഷം പറഞ്ഞു, സെക്കൻഡ് സീസണിൽ വന്നിട്ടും കുറേ വിശേഷങ്ങൾ പറയാനുണ്ട്. ഏതാ പുതിയ ക്യാരക്ടേഴ്സിനെ കുറിച്ചും ഒക്കെ. നമസ്തേ. നമസ്തേ. നമ്മുടെ ഫസ്റ്റ് സീസണിൽ നമ്മൾ കണ്ടു, സെക്കൻഡ് സീസണിൽ നമ്മൾ കണ്ടു അല്ലേ? എന്നാ ഉണ്ട് പുതിയ വിശേഷം? നല്ല വിശേഷം. അതാ ഫസ്റ്റ് സീസണിലും ഇതേപോലെ ഒത്തിരി വർത്താനമൊന്നും പറയുകയല്ലായിരുന്നു. പക്ഷെ ഈ സീസണിൽ ഞങ്ങൾ അങ്ങനെ വിടാൻ ഉദ്ദേശമൊന്നുമില്ല. ദീപകിന്റെ വിശേഷം മുഴുവൻ നമുക്ക് അറിയണ്ടേ? അപ്പൊ അതിനുള്ള വിശേഷമൊക്കെ പറയണം. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഫിലിമിലേക്ക് വന്ന ഒരു സ്ട്രഗിൾ ഞങ്ങളോട് പറഞ്ഞായിരുന്നു ഫസ്റ്റ് സീസണിൽ. പക്ഷേ പ്രേക്ഷകർ എല്ലാവരും ഈ പറഞ്ഞ പോലെ എല്ലാം ഓർത്തിരിക്കുമല്ലോ. ദീപക് വരുമ്പോൾ കുറെ ചോദ്യങ്ങൾ ചോദിച്ചേക്കണം, ഇന്ന പോലെ വിശേഷം കൊച്ചിന്റെ ഒക്കെ ഞങ്ങൾക്ക് അറിയണം എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ ചോദിക്കും. ദീപക് അതിനൊക്കെ ഉത്തരം പറയണം. ആദ്യം കല്യാണം കഴിഞ്ഞിട്ടുള്ള വിശേഷം ചോദിക്കട്ടെ. കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷമായി. പക്ഷെ ഞങ്ങൾക്ക് അത് പുതുമയാണല്ലോ. എന്നാ ഉണ്ട് വിശേഷം? ഭാര്യ എന്നാ കൊണ്ടുവരാ? ഭാര്യ അതായത് കുറെ കല്യാണം കഴിഞ്ഞപ്പോ തന്നെ കുറെ ഇന്റർവ്യൂസ്, കുറെ പരിചയമുള്ള കുറെ ചാനലിലെ ആൾക്കാരൊക്കെ ചോദിച്ചു. അപ്പം പിന്നെ കുറെ ചോദ്യങ്ങൾ ഉണ്ടാവല്ലോ, എങ്ങനെ ഞങ്ങളുടെ വീട്ടില് ചോദ്യം ഇല്ലെന്ന്, ഞങ്ങൾക്ക് ഇവിടെ വിശേഷം അറിയണ്ടേ? ഫുഡൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അവള് വരാൻ സാധ്യത ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ മാത്രം വന്നു. പക്ഷെ പരിഭവം പറഞ്ഞേക്കണം കേട്ടോ. ഓക്കെ. അതെ, ശരിക്കും ദീപക് ഇപ്പൊ ഇത്രയും നാളായി ഫിലിമിലേക്ക് വന്നിട്ട് ഒരു നല്ലൊരു വ്യത്യാസം ഇല്ലേ? ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ചേഞ്ച് എന്താണ്? ഇപ്പം കല്യാണം കഴിഞ്ഞു, അതിന്റെ ഒരു ചേഞ്ച് ഉണ്ട്. നല്ല സിനിമകൾ ചെയ്യണം എന്നുള്ള ആഗ്രഹം, അല്ലെങ്കിൽ മുന്നേ ആണെങ്കിൽ വരുന്ന സിനിമകൾ ചെയ്ത് ഇങ്ങനെ തട്ടുമുട്ടി പോയാൽ മതി എന്നുള്ളൊരു മൈൻഡായിരുന്നു. പക്ഷെ ഇപ്പൊ നല്ല സിനിമ ചെയ്യണം. പിന്നെയും ഇത് തന്നെയാണല്ലോ നമ്മള് ജീവിത മാർഗം എന്ന് പറയാൻ വേണ്ടിട്ട്. ശരിക്കും ദീപകിന് ഇഷ്ടം ഫിലിം ആക്ടർ ആവാൻ തന്നെയായിരുന്നു? ഉറപ്പായിട്ടും. ബാക്ക്ഗ്രൗണ്ട് ആരെങ്കിലും ഉണ്ടോ? അപ്പ അമ്മ ആരുടെയെങ്കിലും? ഇല്ല, എന്റെ അച്ഛൻ അമ്മയുടെ അനിയന്മാർ രണ്ടുപേരും നാടകമൊക്കെ ചെയ്തുകൊണ്ടിരുന്ന. അപ്പൊ അവര് ഖസാക്കിന്റെ ഇതിഹാസം എന്നൊക്കെ പറഞ്ഞ നാടകത്തില് അല്ലാപിച്ച മല്ലാക്കി രവിയൊക്കെ ആയിട്ടുള്ള ക്യാരക്ടർ അവർ ഒരുപാട് നാടകങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന. ഇവര് പണ്ടേ നാടകം ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ അന്നൂർ നാടക വീട് എന്നൊക്കെ പറഞ്ഞ ട്രൂപ്പൊക്കെ ഉണ്ട്. അപ്പം നാടകം ചെയ്യും. പിന്നെ അങ്ങനെ ചെറിയ ചെറിയ ഒരാൾ ഗൾഫിൽ പോയി പിന്നെ വീണ്ടും നാടകം ആലോചിച്ച് തിരിച്ചു വന്നു. അപ്പൊ ഞാൻ സിനിമ എന്ന് പറഞ്ഞ ആഗ്രഹം വീട്ടിൽ പറയുന്ന സമയത്ത് അച്ഛന് ഭയങ്കര പ്രശ്നമായിരുന്നു. കാരണം നാടകം അച്ഛന് ഭയങ്കര പ്രശ്നമായിരുന്നു. അല്ലല്ല, സിനിമയ്ക്ക് വേണ്ടി പോവാ, ജോലിയുടെ അതായത് നമ്മൾ പഠിച്ചെന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാം. കാരണം മാമന്മാര് നാടകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ സാമ്പത്തികമായിട്ടും കൂടെ എന്തെങ്കിലും ഒരു ബെറ്റർ പൊസിഷനിലാവണം എന്നുള്ള ആഗ്രഹം അച്ഛന് ഉറപ്പായിട്ടുണ്ടാവല്ലോ. അപ്പം അങ്ങനെയായിരുന്നു ഞാൻ. പക്ഷെ ഞാൻ പറഞ്ഞില്ല ഓഡീഷൻ ഇല്ല, ഞാൻ സിനിമയിലൊക്കെ വന്ന് അഭിനയിച്ചതിന് ശേഷമാണ്. പക്ഷെ അഭിനയിക്കാനായിട്ട് പോകുമ്പോഴത്തേക്ക് അച്ഛന്റെ ഒരു സമ്മതം വേണം. അല്ലെന്നുണ്ടെങ്കിൽ അച്ഛനോട് പറയാതെ പോകണം. വീട്ടുകാരോട് ഞാൻ കൂട്ടുകാരുടെ വീട്ടിൽ പോവാന്നൊക്കെ പറഞ്ഞേച്ച് പോകണം. എന്നാ പറഞ്ഞേച്ചാ വീട്ടിൽ നിന്ന് ഇറങ്ങി? എന്റെ ഫസ്റ്റ് മലർവാടിയുടെ ഓഡീഷൻ ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ലൈജു എന്ന് പറഞ്ഞിട്ട്, അവന്റെ പെങ്ങടെ കല്യാണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഓഡീഷൻ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഓഡീഷൻ സെലക്ട് ചെയ്തൊരു 3 ദിവസം ക്യാമ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ കാര്യം പറഞ്ഞു, ഇങ്ങനെ സിനിമയിൽ ചെറിയൊരു ഒരു സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്, ഒരു 3 ദിവസത്തെ ക്യാമ്പ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. പക്ഷെ അച്ഛൻ ഭയങ്കര കലിപ്പായിരുന്നു, എന്തെങ്കിലും ചെയ്യുന്ന പറഞ്ഞിട്ടാണ്. അപ്പന്മാരൊക്കെ സ്ഥിരം പറയുന്ന പോലെ അല്ലേ, എന്തെങ്കിലും ചെയ്യാനോട് ചോദിക്കാൻ വേണ്ട പറയോ വേണ്ട എന്നൊക്കെ പറഞ്ഞു വിട്ടു. അങ്ങനെയാണ് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിന് മുന്നേ ഒരു ആൽബം എന്നൊക്കെ പറഞ്ഞു പോകുന്ന സമയത്ത് ഒക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പൊ എങ്ങനെ അവരെ കൺവിൻസ് ചെയ്തിട്ട് നമ്മൾ ഫിലിമിലേക്ക് വരിക? അവരുടെ ഒരു സപ്പോർട്ട് നമുക്ക് എത്രയായാലും വേണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ അയ്യോ അച്ഛൻ ഇഷ്ടമല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു തോന്നുകയല്ലേ ഉള്ളില്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് വെച്ചാൽ ഇപ്പൊ അച്ഛൻ എന്റെ അടുത്ത് പറയണം നീ സിനിമയിൽ അഭിനയിക്കണം, ഞാൻ നിന്റെ കൂടെ വരാം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഒരിക്കലും സിനിമയിൽ അഭിനയിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. പഠിക്കണം, നന്നായി പഠിച്ച് ജോലി കിട്ടുമെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നില്ല. സിനിമയിൽ അഭിനയിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് സിനിമയിൽ എത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പം ഓപ്പോസിറ്റ് കളിച്ചാലേ എത്തുള്ളൂ അല്ലേ? ഓക്കെ. അപ്പൊ വിനീതുമായിട്ട് എങ്ങനെയാ ഫ്രണ്ട് ആയത്? ഞങ്ങൾ ഓഡീഷൻ മലർവാടിയുടെ ഓഡീഷന് പോയിട്ട് നീന്താണ്ട് പരിചയപ്പെട്ട്
അതിലൊരു ചെറിയ റോള് ചെയ്തിട്ടുണ്ടായിരുന്നു മലർവാടി സിനിമയിൽ, ഒരു ചെറിയൊരു വളരെ ചെറിയ. പിന്നെ തട്ടത്തിൻ മറയത്ത് എന്ന് പറഞ്ഞ ഒരു വർഷം തട്ടത്തിൻ മറയത്തിലാണ് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. മനോജ് എന്ന് പറഞ്ഞ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു 10-15 വർഷമായി. അതും ആൾക്കാർ ഇപ്പോഴും ഓർത്തിരിക്കുന്നുണ്ട്. അത് ആ ക്യാരക്ടർ അത്രയും പവർഫുൾ ആയതുകൊണ്ടല്ലേ നമുക്ക് ഇന്നും ആ മനോജ് എന്ന് പറയുന്ന ക്യാരക്ടർ പോലും എനിക്ക് പോലും പറയാൻ പറ്റുന്നത്. സത്യം അത് കണ്ടു. പിന്നെ ഈ പറഞ്ഞ പോലെ വിനീത് അഭിനയിച്ച ഫിലിം അച്ഛൻ കണ്ടോ തിയേറ്ററിൽ വന്നിട്ട്? ഞാൻ അഭിനയിച്ച അത് ഞാൻ കണ്ടു സിനിമയിലെത്തി. അതായത് ഇപ്പം തട്ടത്തിൻ മറയത്തൊക്കെ ഇറങ്ങിയതിന് ശേഷം അച്ഛൻ തിയേറ്റേഴ്സിലൊക്കെ പോയി സിനിമ കാണാറുണ്ട്. പിന്നെ സിനിമയിൽ അഭിനയിക്കുന്നു. ഇല്ല, അങ്ങനെ ഭയങ്കര ദേഷ്യവും അച്ഛൻ ഇഷ്ടമില്ലായ്മയും ഇല്ല. കാരണം പഠിച്ചെന്തെങ്കിലും ജോലിക്ക് പോകണം എന്നുള്ള ആഗ്രഹം അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ സിനിമയാണ് ഞാൻ തീരുമാനിച്ചപ്പോ അച്ഛന് പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല. അവൻ എന്തായാലും ഞാൻ പറഞ്ഞാലും പോകും. അതെ അതെ. അച്ഛൻ പിന്നെ കുറെ കാലം ഇപ്പം കുറെ സിനിമകളൊക്കെ അച്ഛൻ ഒറ്റയ്ക്കൊക്കെ പോയിട്ട് വന്നിട്ട് അമ്മയോടൊക്കെ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നീട് അവർ ഒരുമിച്ച് പോയിട്ടൊക്കെയാണ്. ഇപ്പൊ അച്ഛൻ ഓർമ്മ പ്രശ്നങ്ങൾ കുറച്ച് ഹെവി ആയിട്ടുണ്ട്. അപ്പൊ പിന്നെ പക്ഷെ കാണുന്ന സമയത്ത് ഇപ്പൊ ഇനി ഏതാ സിനിമ ചെയ്യാൻ വേണ്ടി പോകുന്നതൊക്കെ അങ്ങനെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അമ്മയ്ക്ക് ഇഷ്ടമാണ് സിനിമ. അമ്മ പണ്ട് മുതലേ ശരിക്കും എനിക്ക് ആക്ച്വലി സിനിമയോടുള്ള ആഗ്രഹം വരാൻ തന്നെ കാരണം അമ്മയുടെ വീട്ടില് എല്ലാവരും സിനിമ ഭയങ്കരമായിട്ട് കാണുന്ന ആൾക്കാരാണ്. ശരിക്കും ദീപകിന്റെ ഉള്ളിൽ എങ്ങനെയാണ് ഈ ഒരു ആക്ടിങ്ങിനോട് ഒരു ഇഷ്ടം തോന്നിയത്? അത് ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്നത് തന്നെ 10ാം ക്ലാസ് പഠിക്കുമ്പോഴാണ്. എനിക്ക് ഭയങ്കര ടെൻഷനാണ് സ്റ്റേജിൽ കയറാൻ. ഉറപ്പായിട്ടും ഒരാളുടെ നിന്ന് സംസാരിക്കാനൊക്കെ ഭയങ്കര മടിയാണ്. ഇൻട്രോവേർട്ട് എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് പരിചയപ്പെട്ട് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കും. പക്ഷെ എനിക്കെന്തോ സ്റ്റേജിലേക്ക് കയറുന്നതിന് ഭയങ്കര വിറക്കും. ഈ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എഴുന്നേറ്റ് നിന്ന് വായിപ്പിക്കുമല്ലോ ആ ക്ലാസ്സില്. അപ്പൊ ഇങ്ങനെ എത്തിയിട്ട് എന്റെ അടുത്തത് ബെല്ലടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ജീവിതത്തിൽ അതിന് അപ്പുറത്തെ സന്തോഷം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ളൊരു അവസ്ഥയായിരുന്നു. പക്ഷെ എഴുന്നേറ്റ് നിന്ന് വായിക്കാൻ വേണ്ടി പറയുന്ന സമയത്ത് പെട്ടെന്ന് ഒന്നും കാണൂല. ഞാൻ അക്ഷരങ്ങളിലേക്ക് ഒന്നും കാണാൻ അങ്ങനെ പേടിയായിരുന്നു എനിക്ക്. പക്ഷെ അല്ല, പക്ഷെ അത് ആ സമയത്തായിരുന്നു. പിന്നെ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലെന്ന് വെച്ചാൽ ഇനി ആ സ്കൂൾ കഴിഞ്ഞ് +2 വേറെ സ്കൂളിലായിരുന്നു. അപ്പം ഇനിയിപ്പം ഈ സ്കൂൾ സ്റ്റേജിൽ എങ്ങനെയും കയറാൻ പറ്റില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങളൊരു നാടകം മാമന്മാർ ചെയ്തൊരു നാടകം ഉണ്ടായിരുന്നു, സമയം എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ സ്ക്രിപ്റ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ തന്നെ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചൊരു നാടകം സെറ്റ് ചെയ്ത് ഞങ്ങളത് സ്റ്റേജിൽ പെർഫോം ചെയ്തു. പക്ഷെ നാടകം ഭയങ്കര ബോറായിരുന്നു. അല്ല, സ്കൂളില് കലോത്സവത്തിന് സ്കൂൾ ഫെസ്റ്റ് ഉണ്ടാവില്ല, അപ്പൊ അതിന് യൂത്ത് ഫെസ്റ്റിവലിന്, അപ്പൊ അതിന് പെർഫോം ചെയ്തു. അങ്ങനെയാണ് ആദ്യമായിട്ട് സ്റ്റേജിൽ ഞാൻ കയറുന്നത്. അതോടെ സ്റ്റേജ് ഫ്രൈറ്റ് മാറിയെന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ +2 പഠിക്കുന്ന സമയത്ത് ഒരു നമ്മുടെ അവിടുത്തെ പ്രിൻസിപ്പളിനെ കളിയാക്കിയിട്ട് ഒരു ചെറിയ സ്കിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഇയർ. പക്ഷെ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പുള്ളി ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു, രഘുത്തം മാഷ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട്, ഞാനും നിരൂപ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൂടി, അവനൊരു മീശ ഉണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച്. സാറിന് മീശ ഇങ്ങനെയുള്ള മീശയായിരുന്നു. അപ്പം സീനിയേഴ്സിന്റെ സെൻഡ് ഓഫിന് ഒരു ചെറിയൊരു സ്കിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അതൊക്കെ എടുത്തിട്ട് എല്ലാ ടീച്ചേഴ്സിനും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ടീച്ചേഴ്സൊക്കെ ഭയങ്കര സ്നേഹം. അതിന് മുന്നേ ഇവരൊക്കെ കണ്ടാൽ മൈൻഡാക്കാത്ത ടീച്ചേഴ്സ്. മാഷ കുറ്റം പറഞ്ഞപ്പോ ഹാപ്പി, ഭയങ്കര സന്തോഷമായി. അതോടുകൂടി സ്റ്റേജ് ഫ്രൈറ്റ് മാറി. അപ്പോഴാണ് തോന്നിയ ഉള്ളിലുള്ള ഒരു കലാകാരനോട് നടന്നത്? അങ്ങനെ പോണോ? അല്ല, പിന്നെ പണ്ട് സിനിമകളൊക്കെ കാണുന്ന സമയത്ത് നമ്മളിങ്ങനെ ആലോചിക്കുമല്ലോ, ഒന്ന് അഭിനയിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ കോളേജ് പഠിക്കുന്ന സമയത്താണ് ഞാൻ ശരിക്കും ചാൻസ് ചോദിച്ചു പോയി. അല്ലെങ്കിൽ അത്യാവശ്യം ഉണ്ടായിരുന്നു, അത്യാവശ്യം എല്ലാരും അക്സെപ്റ്റ് ചെയ്യില്ല, പിന്നെ വാന്ന് പറഞ്ഞു വിടും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ വാന്ന് പറഞ്ഞ ഓഡിഷൻ. ഞാൻ ആദ്യമായിട്ടൊരു പടത്തിന്റെ സെറ്റിൽ പോയിട്ട് ചാൻസ് ചോദിച്ചത് ഇവിടം സ്വർഗമാണെന്ന് പറഞ്ഞ പടത്തിന്റെ സെറ്റിലായിരുന്നു. അപ്പൊ അത് ശരിക്കും ഞങ്ങൾ സ്കൂളൊക്കെ കോളേജ് കഴിഞ്ഞിട്ട് എൻ്റെ കുറേ ഫ്രണ്ട്സ് എയർടെലിൽ വർക്ക് ചെയ്യുന്നുണ്ട്, മറ്റേ കസ്റ്റമർ കെയറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊരുത്തൻ എനിക്ക് ലാലേട്ടൻ്റെ നമ്പർ, അവന് എന്തോ കോള് വന്നിട്ട് ലാലേട്ടൻ്റെ നമ്പർ കിട്ടി. അപ്പോൾ ആ നമ്പർ ആന്റണി, അവർ സോഫ്റ്റ്വെയറിൽ ആന്റണി പെരുമാറിന്റെ നമ്പർ, ദിലീപ് ഏട്ടൻ്റെ നമ്പർ, അങ്ങനെ കുറേ നമ്പേഴ്സ് ഇവനൊക്കെ എനിക്ക് അയച്ചു തന്ന്. അപ്പം ഞാൻ ആന്റണി പെരുമാറിനെ വിളിച്ച് ഫോൺ എടുക്കില്ല, പക്ഷെ ഞാൻ വിളിച്ചുകൊണ്ടിരിക്കും, വേറെ നിവർത്തിയില്ലല്ലോ. അപ്പം ഞാൻ വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഫോട്ടോസ് ആക്കി. ആന്റണി ആശീർവാദ് സിനിമാസ് @yahoo.com ആണ് മെയിൽ ഐഡി. അതിൽ ഫോട്ടോസ് അയക്കാൻ വേണ്ടി പറഞ്ഞ്
ഫോട്ടോസ് അയച്ചു. അപ്പോൾ മെസ്സേജ് പോകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെയും വിളിച്ച് ഞാൻ ശല്യപ്പെടുത്തി. അപ്പോൾ അവസാനം പുള്ളി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാൻ, നിനക്കൊരു മനോഹർ പയ്യനോട് എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ പ്രൊഡക്ഷൻ മാനേജർ ഉണ്ടായിരുന്നു, മനോഹരേട്ടൻ്റെ നമ്പർ നീ ഇതിലേക്ക് വിളിച്ചാമെന്ന് പറഞ്ഞു. മനോഹരേട്ടനെ വിളിച്ചപ്പോഴാണ് ഇവിടം സ്വർഗമാണെന്ന് പറഞ്ഞ അവിടത്തിൻ്റെ ലൊക്കേഷനിൽ വരാൻ വേണ്ടി പറഞ്ഞു, അവിടുത്തെ കൊച്ചിയിലേക്ക്. അപ്പം ഞാൻ രാവിലെ വന്ന് ഇവിടെ എത്തിയപ്പോൾ ഞാൻ പുള്ളിനെ വിളിച്ചു. പുള്ളിയുടെ ഫോൺ സ്വിച്ച് ഓഫ്. ഞാൻ വീട്ടിലും പറയാനാണ് വന്നത്. അപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ്. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു 8:30 ആകുമ്പോൾ വിളിച്ച്. ഞാൻ രാവിലെ എത്തിയോട് വിളിച്ച പുള്ളിനെ. പക്ഷെ പുള്ളി ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഉറങ്ങായിരിക്കും. അത് കഴിഞ്ഞൊരു 8:30-9 മണിയൊക്കെ ആകുമ്പോൾ വിളിച്ച സമയത്ത് ഇവിടെ ലൊക്കേഷൻ്റെ സ്ഥലം എനിക്ക് ഓർമ്മയില്ല, കുറച്ച് ഉള്ളോട്ടുള്ള സ്ഥലത്താണ്. അപ്പോൾ അവിടെ ഒരു പാർട്ടി ഓഫീസിൻ്റെ മുകളിൽ. അപ്പോൾ അവിടെ പോയി ഞാൻ സംസാരിച്ചു. ഞാൻ റോഷൻ ആൻഡ് റോസിനൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പുള്ളി കുറേ സമയം വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. വെയിറ്റ് ചെയ്യുന്നത് വൈകുന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞു, നിന്റെ മുഖം ക്ലോസപ്പിൽ കാണിക്കും, ഇപ്പോൾ അഭിനയിക്കുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ വേറെ ഡയലോഗൊന്നും ഇല്ല, എൻ്റെ മനസ്സിൽ വെച്ചൊരു സീനൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു ക്ലോസപ്പിൽ മാത്രമേ കാണിക്കുള്ളൂ, വേറെ ഒന്നും ഇല്ല എന്ന് ചോദിച്ചാൽ. ഒന്നുമില്ല, ഒരു ആന പ്രസവിച്ചെടുക്കുന്ന ഒരു സീൻ ഉണ്ട്, അതിൽ നിന്റെ മുഖം കൃത്യമായിട്ട് കാണിക്കുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ അതാണെങ്കിൽ എനിക്ക് വേണ്ട, കുറച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നാ പിന്നെ ഒന്നുമില്ല, നീ പൊയ്ക്കോ എന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചു പോയി. അല്ല, മോശമായിട്ടൊന്നുമല്ല പറഞ്ഞ്, ഒന്നുമില്ല എന്ന് പറഞ്ഞ് തിരിച്ച് അവരൊരു ജീപ്പ് ഉണ്ടായിരുന്നു, പ്രൊഡക്ഷൻ ജീപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ വന്ന് ഞാൻ പലവട്ടത്ത് ഇറങ്ങി അങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുറേ മലർവാടിയിൽ ഓഡിഷൻ വന്നു. അത് കഴിഞ്ഞ് ഞാനത് CD-യിൽ അത് റൈറ്റ് ചെയ്ത്, പിന്നെ ഞാൻ തന്നെ കുറച്ച് ഷൂട്ട് ചെയ്ത് വെച്ച് കുറേ സാധനങ്ങളൊക്കെ എഡിറ്റ് ചെയ്തിട്ട് കുറച്ച് ഡയറക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ പോയിട്ട് മീറ്റ് ചെയ്തു. അങ്ങനെ കുറച്ച് പേരെടുത്ത് പോയി, കുറേ പേരുടെ അടുത്തൊക്കെ എൻ്റെ CD കാണാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് പക്ഷെ രസമുള്ളായിരുന്നു. ശരിക്കും ഇതിങ്ങനെ പറ്റില്ല എന്നൊക്കെ നമ്മൾ ഭയങ്കര പ്രതീക്ഷയോടെ വന്നിട്ടേ അത് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചു പോയി നമുക്ക് നല്ലൊരു വിഷമം ഉണ്ടാവില്ലേ ഉള്ളില്? വിഷമം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ അതുപോലെ തന്നെ ഒരു പടം ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞൊരു പടത്തിന്റെ ഓഡീഷനിൽ, ഫൈനൽ ഓഡീഷനിൽ, പക്ഷെ അതൊക്കെ എനിക്ക് പോസിറ്റീവായിട്ടാണ് തോന്നിയത്. അപ്പം കാരണം ഞാൻ അങ്ങനെ, അതായത് ഒരുപാട് മെനക്കെട്ടാലേ കിട്ടുള്ളൂ എന്ന് എനിക്കുള്ളിൽ കൃത്യമായിട്ടൊരു ധാരണ നമ്മുടെ ഒരു ഹാർഡ് വർക്കിന് സാധനം വരുമ്പോഴത്തേക്ക് ഒരു സന്തോഷം ഉണ്ടാവും അല്ലെ? ശരിക്കും ഒരു ക്യാരക്ടർ നമ്മളിപ്പം ദീപകിന് ശരിക്കും ഒരു ക്യാരക്ടർ കിട്ടുവാണെങ്കിൽ അതിന് ശരിക്കും ഹോംവർക്ക് ചെയ്യോ? കുറെയൊക്കെ അങ്ങനെ ഹെവി ആയിട്ട് ചെയ്യേണ്ടത് അങ്ങനെ സിനിമകളൊന്നും വന്നിട്ടില്ല. കുഴപ്പമില്ലാതെ നമ്മളിപ്പം അത് സ്ക്രിപ്റ്റ് തന്നെ മര്യാദയ്ക്ക് പഠിച്ച് ചെയ്യത്തക്ക രീതിയിലുള്ള സിനിമകൾ എനിക്ക് വന്നിട്ടുള്ളൂ. പിന്നെ എനിക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നൊരു സിനിമ തട്ടും വെള്ളാട്ടം എന്ന് പറഞ്ഞൊരു സിനിമ, ഒരു ടീസറൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ. അതാണ് ചെയ്യാനുള്ളത്. അതൊരു തെയ്യം ബേസ് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. അതൊരു വൈരജാതം എന്ന് പറഞ്ഞ തെയ്യത്തിൻ്റെ വെള്ളാട്ടാണ്. അത് 3 വർഷം കൂടുമ്പോഴാണ് ആ തെയ്യം നടക്കാറ്. അതിൻ്റെ കൺസെപ്റ്റ് എന്ന് വെച്ചാൽ ആ തെയ്യം ഫസ്റ്റ് പീഠത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ പീഠമില്ലേ, പീഠത്തിന്റെ മുകളിൽ നിന്ന് ഇറങ്ങിയിട്ട് പരിചയിച്ച് ഫസ്റ്റ് തട്ടുന്ന ആൾ അടുത്ത കളിയാട്ടാകുമ്പോഴത്തേക്ക് മരിക്കുന്നുള്ളതാണ് എന്നാണ് ആ സിനിമ. അങ്ങനെ റിയലി അത് സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അത് ഉള്ളതാ. ഇപ്പൊ കഴിഞ്ഞ വർഷം, ഈ വർഷം തെയ്യം കഴിഞ്ഞു. എനിക്കൊരു 3 വർഷം കൂടുമ്പോഴേ ഉള്ളൂ. ശരിക്കും ഈ സിനിമയിൽ ഞാനായിരുന്നില്ല ചെയ്യേണ്ടിയിരുന്നത്, ആസിഫ് ആയിരുന്നു ഇതിൽ. ഇത് മുന്നേ അനൗൺസ് ചെയ്ത സിനിമ, ഒരു എനിക്ക് തോന്നുന്നു 2-3 വർഷം മുന്നേ കാന്താരയൊക്കെ ആ സമയത്ത് അനൗൺസ് ചെയ്ത സിനിമ. പക്ഷെ അപ്പോഴാണ് കാന്താർ റിലീസായത്. കാന്താർ റിലീസായപ്പോൾ ഒരു തെയ്യം ബേസ്ഡ് സിനിമ വീണ്ടും എഡിറ്റ് ചെയ്യേണ്ട എന്ന് വിചാരിച്ച് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് പിന്നെ വീണ്ടും അതിൽ ഞാൻ വേറൊരു ക്യാരക്ടറായിരുന്നു, ഒരു ഈക്വൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. ഒരു നെഗറ്റീവ് ഷെയ്ഡിലുള്ള ഒരു ക്യാരക്ടർ അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഒരു നെഗറ്റീവ് ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെ കുറെ പോയി. ഇപ്പം ചെയ്യാന്ന് വിചാരിക്കുന്ന സമയത്ത് ആസിഫിന് ഒരുപാട് ഡേറ്റും ഒരുപാട് കമ്മിറ്റ്മെന്റ്സും ഒക്കെ ഇങ്ങനെ വന്ന്. അപ്പോൾ അത് മൃദുൽ പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്ക് അങ്ങനെ പ്ലാൻ ചെയ്ത് ചെയ്യാം എന്ന് പറഞ്ഞ് ഞാൻ ആസിൻ്റെ അടുത്ത് പറയണമെന്ന് വെച്ചപ്പോൾ മൃദുൽ പറഞ്ഞു എന്തായാലും നമ്മൾ ടീസർ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആസിൻ്റെ സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പം ടീസർ ഷൂട്ട് ചെയ്ത് ആസിഫ് കണ്ടിട്ട് എന്നെ വിളിച്ച് ഭയങ്കര രസമുണ്ടായിരുന്നു, നീ ചെയ്തത് ഭയങ്കര തെയ്യം ഭയങ്കര വർക്കായി എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് സംഭവിച്ചത്. എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് നീ ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നു ദീപകിന്റെ ഫേറ്റ് ആയിരിക്കും ചെയ്യണം എന്നുള്ളത്. അല്ലെങ്കിൽ അതിനകത്തൊരു നെഗറ്റീവ് ഷെയ്ഡ് ആദ്യം പ്ലാൻ ചെയ്തു, പിന്നെ മെയിൻ റോളല്ലേ ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉള്ളതും ഈ ഒരു ക്യാരക്ടർ ചെയ്യാനാണ്. അതോ ചെയ്തോ ഏതെങ്കിലും ഒരു ടെൻഷൻ പിടിച്ച ക്യാരക്ടർ? ഇല്ല, തെയ്യം കുറച്ച് ടെൻഷനുള്ള പരിപാടിയാണ്. ഞാൻ ഒരു ദിവസം അതിൻ്റെ ഒരു ടീസർ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ദിവസം ആ തെയ്യം കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒറിജിനൽ തെയ്യം യൂസ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് തെയ്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ നമ്മൾ തലയിൽ കെട്ടുന്നത് തന്നെ ഭയങ്കര വെയിറ്റ് ആണ്. ഭയങ്കര വെയിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര ടൈറ്റ് ആയിട്ടാണ് കെട്ടുക. അപ്പോൾ കെട്ടി ഒരു
ഒരു 10-15 മിനിറ്റ് ചെയ്യുന്നത് തന്നെ നമുക്ക് തലവേദന എടുക്കാൻ തുടങ്ങും. ആ കെട്ട് ടൈറ്റ് കാരണം. ശീലമുള്ള തെയ്യം സ്ഥിരം കെട്ട് ശീലമുള്ളവർക്ക് കുഴപ്പമുണ്ടാവില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഈ മൊത്തത്തിലെല്ലാം കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇരുന്ന് ചാരാൻ പറ്റില്ല. ഫുൾ ടൈം ബാക്കിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഫുൾ ടൈം ഇങ്ങനെ തന്നെ പീഠത്തിന്റെ മുകളിൽ തന്നെ ഇരിക്കണം, ചാരി ഇരിക്കാൻ പറ്റില്ല. അപ്പൊ ഇത് ഷൂട്ട് തുടങ്ങണമെങ്കിൽ ഇവര് കുറച്ചു ലൈറ്റ് പോകണമെന്ന് പറഞ്ഞു. അപ്പൊ ഉച്ച തൊട്ട് കെട്ടിയിരിക്കുക. ഒരു വൈകുന്നേരം 3 മണി വരെ ഒക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ ആകെ തളർന്ന്. അപ്പൊ കുഴപ്പമില്ലായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ചെലങ്ക കിട്ടും. ചെലങ്ക നമ്മൾ വിചാരിക്കും എളുപ്പമുള്ള പരിപാടിയാന്ന് വിചാരിക്കും, ലൈറ്റ് വെയിറ്റ് ആന്ന് വിചാരിക്കും. ചെലങ്ക കെട്ടി നടക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക് ആയിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതായത് കുറച്ച് നടക്കുമ്പോൾ ഭയങ്കര പെയിൻ ആയിരിക്കും. ഞാൻ ചെലങ്ക് കെട്ടിയിട്ട് എന്റെ കാലിന് ഇവിടെയൊക്കെ നല്ലതാണ്. ഒറ്റ ദിവസം കെട്ടിയപ്പോ തന്നെ ഭയങ്കര അല്ല അത് ബാക്കില് ശരിക്കും വലിയ നടക്കുമ്പോ അവിടെ നിന്ന് ഇങ്ങനെ വലിഞ്ഞും ടൈറ്റ് ആവും. നമുക്ക് ഭയങ്കര പെയിൻ ആയിരിക്കും. ഈ സ്ഥിരം തെയ്യം കെട്ടുന്ന ആൾക്കാരുടെ കാല് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു മുഴയും ഇവിടെയും ഒരു മുഴ പോലെ ഉണ്ടാവും. പിറകിലും ഒരു തഴമ്പ് പൊട്ടി ഇവിടെ അവിടെ ഇങ്ങനെ ഒരു ഭയങ്കര പാടായിട്ടുണ്ടാവും. അപ്പൊ ഞാനത് കെട്ടിക്കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ദൈവവിശ്വാസം തെയ്യം എന്നൊക്കെ ഉള്ള ഒരു വിശ്വാസം അല്ലാതെ നമ്മൾ അവരെ കാണുമ്പോൾ നമ്മൾ അറിയാതെ തൊഴുതു തോന്നുന്ന രീതിയിലുള്ള ഒരു അല്ല ശരിക്കും. അപ്പൊ ഈ കാന്താര എടുത്ത സമയത്തൊക്കെ അദ്ദേഹം വ്രതം എടുത്തിട്ടൊക്കെയാ ചെയ്തതെന്ന് പറഞ്ഞു. ദീപക് എങ്ങനെ വല്ല തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ട് അങ്ങനെ ചെയ്താലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഈശ്വരന്റെ ഒരു അനുഗ്രഹവും കൂടി. തെയ്യം സാധാ കാണുമ്പോ അവരെന്ത് ലൈറ്റ് വെയിറ്റഡ് ആയിട്ടാണ് ചെയ്യുന്നത് അല്ലേ? അവരുടെ ആ ആട്ടവും എല്ലാം നോക്കുമ്പോ ഏതൊന്നും ഇല്ല എന്നുള്ള ഫീലിംഗ്. പക്ഷെ ഇപ്പൊ ദീപക് നമ്മൾ തെയ്യം കാണുന്ന സമയത്ത് അല്ലെങ്കിൽ തെയ്യക്കാരെ കാണുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ബഹുമാനവും അല്ലെങ്കിൽ പറഞ്ഞാൽ നമ്മൾ അറിയാതെ നമ്മൾ അവരെ തൊഴുതു പോകുന്നുള്ളൊരു അവസ്ഥയിലെത്തും. ഞാനത് കെട്ടിക്കഴിഞ്ഞ് നമ്മൾ ഏകദേശം ആ ചെണ്ടയുടെ സൗണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അറിയാതെ ഒരു എനർജി വരും, എനർജി വരുമായിരിക്കും. പക്ഷെ തെയ്യക്കാർക്ക് അങ്ങനെ ആയിരിക്കില്ല. വേറൊരു ദൈവിക ഒരു പവർ എന്തെങ്കിലും ഷൂട്ട് സമയത്ത് ഈ ചെണ്ട അങ്ങനത്തെ എല്ലാം ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞ ഞാൻ ഒരു ചെറിയൊരു ഓട്ടവും പിന്നെ അത് കഴിഞ്ഞ് തട്ടുന്നതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ തട്ടി തിരിച്ചു വന്ന് ഞാൻ അവിടെ ഇരുന്ന് കഴിഞ്ഞ സമയത്ത് എന്റെ മനസ്സിൽ ഞാൻ ഇപ്പൊ മരിച്ചുവോന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അങ്ങനെ ഇങ്ങനെ കണ്ണിലേക്ക് ഇങ്ങനെ ഇരുട്ട് കയറി ബ്ലാക്ക് ഔട്ട് ആവുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പൊ ഞാൻ കുറച്ച് വെള്ളം എന്ന് ചോദിക്കുന്നുണ്ട്. ആരും വെള്ളം കൊണ്ടുവരുന്നില്ല. അവസാനം ഞാൻ തട്ടിയാലോ എന്ന് വിചാരിച്ചു. കുറെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നാരങ്ങളൊക്കെ കിട്ടി കുറച്ച് കഴിഞ്ഞപ്പോഴാണൊന്ന് ശരിയായത്. പക്ഷെ ഭയങ്കര ഹെവിയാണ്. തെയ്യം കെട്ടുന്നവർ ഈ പറയുന്ന പോലെ വ്രതം എടുത്ത് പ്രാക്ടീസ് ചെയ്ത് ഈ പറയുന്ന പോലെ അവർ കഴിക്കുന്ന ഫുഡൊക്കെ ഭയങ്കര കൃത്യമായിട്ട് കഴിച്ച് അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ തെയ്യം അങ്ങനെ കെട്ടി നിൽക്കാൻ പറ്റൂ. പറഞ്ഞപ്പോഴും അതിന്റെ ഡെപ്ത് മനസ്സിലായതല്ലേ. അപ്പൊ ഇത് കണ്ണൂരാണോ ഷൂട്ട്? കണ്ണൂർ ബേസ്ഡ് ആണ്. നമ്മള് കാവൊക്കെ ഇവിടെ സെറ്റ് അങ്ങനെ തെയ്യം സിനിമയാക്കിയിട്ട് അവർ അങ്ങനെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും. അപ്പം അറിയില്ല നമ്മൾ ഷൂട്ട് എങ്ങനെ പ്ലാൻ ചെയ്തു. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ഈശ്വരൻ കൂടെ ഉണ്ടാവട്ടെ. പക്ഷേ ഇത്രയും പറഞ്ഞപ്പോ തന്നെ ഉണ്ടായ ഒരു പെയിൻ പിന്നെ ഒരു ഫുൾ ഒരു 19 ദിവസമെങ്കിലും മിനിമം വേണ്ടേ ഇത് ചെയ്യാനായിട്ടുള്ള? തെയ്യം അതില് കുറച്ച് പോർഷൻസ് ഉണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെയിൻ പോർഷൻസിലൊക്കെ തെയ്യം ഉണ്ട്. അല്ലാതെ വേറെ കുറെ കഥ കുറച്ച് ഡ്രാമയൊക്കെ ഉള്ള രസമുള്ള കഥ രസമായിട്ട് അഖിൽ കെ എന്ന് പറഞ്ഞിട്ടുള്ള റൈറ്ററാണ് എഴുതുന്നത്. എന്തായാലും ഈശ്വര നല്ലൊരു ചാലഞ്ചിങ് റോൾ ആണ് അല്ലെ? അത് കേട്ടപ്പോ തന്നെ ഭയങ്കര രസമുണ്ട്. ഒന്നാണ് എന്റെ പ്രതീക്ഷ. പടം നന്നായി വന്ന അടിപൊളിയായിരിക്കും. ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവും. ആക്ച്വലി ഒരു ഫിലിം കഴിഞ്ഞിട്ട് ദീപക് തിയേറ്ററിൽ പോയി കാണോ? അപ്പൊ ക്രിട്ടിസൈസേഷൻ എല്ലാം കേൾക്കും. സ്വന്തമായിട്ട് വിലയിരുത്തും. അത് ഞാൻ കുറച്ചുകൂടി ഇതാക്കാമായിരുന്നു അല്ല ഞാൻ നന്നായി ചെയ്തു എന്നോ അങ്ങനെ ഇപ്പൊ തോന്നിട്ട് ചില സമയത്ത് നമുക്ക് ചില ഡയലോഗുകളിലൊക്കെ ഒരു പിടുത്തം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ചില സ്ഥലത്തൊക്കെ നമുക്ക് ഫീൽ ചെയ്യില്ല. അപ്പം പൊന്മാൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് കൊല്ലം സ്ലാങ് പിടിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഡയലോഗും ഉണ്ടായിരുന്നു. അപ്പൊ ഒരു ലോഡ്ജിലുള്ള ഒരു സീക്വൻസ് ചെയ്യുന്ന സമയത്ത് എനിക്കറിയായിരുന്നു ഇത് കറക്റ്റ് കിട്ടുന്നില്ല. പക്ഷെ ചെയ്ത് കഴിഞ്ഞ് അത് എനിക്ക് അപ്പോഴേ അറിയായിരുന്നു ഇത് രസം ഉണ്ടാവില്ല എന്ന്. പക്ഷെ തിയേറ്ററിൽ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടായിരുന്നു ഇതായി അല്ലേ? അപ്പൊ ശരിക്കും പറഞ്ഞ ഒരു ഹോംവർക്ക് ഉണ്ട് ദീപകിന്റെ ബാക്കില് ഒരു ക്യാരക്ടർ ചെയ്യുമ്പോ. എന്തായാലും നമ്മൾ വെറുതെ ചെയ്തിട്ട് കാര്യമില്ല. അല്ല ശരിക്കും ഒരു നല്ലൊരു ആക്ടർ ആണെങ്കിൽ അത് അങ്ങനെ ആവണമല്ലോ അല്ലെ? ശരിക്കും അതിന് വേണ്ടി ഒന്ന് മെനക്കെട്ട് അതായത് ഇപ്പം സ്ക്രിപ്റ്റ് വായിക്കും പിന്നെ ഈ പറയുന്ന പോലെ അത് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പിന്നെ ഉറപ്പായിട്ടും. അപ്പൊ അവിടെ സജഷൻസ് കോൺട്രിബ്യൂഷൻസ് വന്നു മാത്രമേ പറയാൻ പറ്റൂ. അങ്ങനെ എന്തിനാ? പക്ഷെ എന്നാലും പറയല്ലേ എന്നെ കൊണ്ട് ഇതാ ചെയ്യാൻ. നമുക്കത് ഭയങ്കര അടുപ്പുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇപ്പം
സീനിയേഴ്സിൻ്റെ അടുത്ത് അധികം പോയി അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അവർ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. പിന്നെ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും, ഇത് ചോദിക്കണോ വേണ്ടയോ. ഇപ്പം നമ്മൾ കുറേ ഫ്രണ്ട്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് പിന്നെ അങ്ങനെ കുഴപ്പമില്ല. ഇപ്പം ബേസിലിൻ്റെ കൂടെ ഒക്കെ ആണെങ്കിലും ഇപ്പം താമറിൻ്റെ കൂടെ സർക്കിട്ട് ഫ്രീ ആയിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പം പിന്നെ കുഴപ്പമുണ്ടാവില്ല. ചിലപ്പോൾ അത് ബെറ്റർ ആവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ആ ഒരു വേവ് ലെങ്ത് വരുന്നവരോടൊക്കെ പറയാം, വലിയ ആൾക്കാരോട് പറയാറില്ല. അല്ല, ഇനി പറയാലോ, കുഴപ്പമൊന്നുമില്ല. കഴിഞ്ഞിട്ട് അപ്പൊ കാര്യം ചെയ്യാം, നമുക്ക് ഇനി ബാക്കി നമ്മുടെ ഡൈനിങ്ങിൽ ഒരു വിശേഷം പറഞ്ഞാലോ. വരും. ദീപക് ഭയങ്കര ഫുഡിയാണോ? ചെറുതായിട്ടൊക്കെ. ഈ ഭക്ഷണം തേടിപ്പോയി കഴിക്കുക അങ്ങനെയൊക്കെ ഉണ്ടോ? ഇല്ല, തേടിപ്പോയി കഴിക്കുക. ഇപ്പൊ എവിടെയെങ്കിലും പോയിട്ട് അവിടെ നല്ല ഫുഡ് ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോയി കഴിക്കാറുണ്ട്. കണ്ണൂർ കുറെ അങ്ങനെയുള്ള കുറെ സ്ഥലങ്ങളുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ഇപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ സ്ഥിരം കഴിക്കുന്ന ഒരു സ്ഥലം എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു പ്ലാത്ര എന്ന് പറഞ്ഞ സ്ഥലത്തൊരു അമ്മച്ചിയുടെ ഒരു കടയുണ്ട്. ഒരു പ്രായമുള്ള ചേച്ചി നിൽക്കുന്ന ഒരു കട. നല്ല മട്ടൺ റോസ്റ്റ്, ചോറും മീനൊക്കെ ഉണ്ടാവും. അവര് ചീത്ത പറയാം പുള്ളി, അതായത് ഫുള്ള് കഴിച്ചില്ലെങ്കിൽ ചിലപ്പം ചൂടാവും. എന്താ ഫുള്ള് കഴിക്കാത്തത്, നിനക്ക് എന്താ ഫുള്ള് കഴിച്ചിട്ട്? സ്നേഹത്തിന്റെ. പക്ഷെ നമുക്ക് നല്ല അടിപൊളിയാ ആ ടേസ്റ്റ് ഇപ്പഴേ എനിക്ക് നല്ല ചൂട് ചോറും മട്ടൻ കറിയും ഒക്കെ കുഴക്കാനായിട്ട് നല്ല. ചില ദിവസങ്ങളിൽ ഒരു ചെറിയൊരു പുക വയ്ക്കാറുണ്ട്, ചില ദിവസങ്ങളിൽ അടുപ്പിൽ വെക്കുന്നതിന്റെ ചില ദിവസം. പക്ഷെ അത് ഭയങ്കര, അതിനൊരു ടേസ്റ്റ് ഉണ്ട്. അടുപ്പിൽ വെക്കുന്ന ഭയങ്കര ടേസ്റ്റാ. നമ്മൾ ഈ ഗ്യാസിനെക്കാട്ടിലും ആ സ്ലോ കുക്കിംഗ് നടക്കുമ്പോഴത്തേക്കുണ്ടല്ലോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി കഴിക്കുന്ന. ഇനിയൊക്കെ പോയിട്ടൊക്കെ വരുമ്പോൾ ഞങ്ങൾക്കൊക്കെ പാർസൽ മേടിച്ചോണ്ട് വരാം. ഞങ്ങളൊക്കെ കൊച്ചിയിലുണ്ട്, ഒന്നുമില്ലെങ്കിൽ ഫ്രീസ് ചെയ്ത് കൊണ്ടുവന്നാൽ ഞങ്ങൾ തിളപ്പിച്ചാലും കഴിച്ചോളാം. ആ ചൂടത്ത് കഴിക്കുമ്പോൾ, ആ ചൂടോടെ കഴിക്കുമ്പോൾ ഞങ്ങൾ അങ്ങനെ ചിന്തിച്ച് കഴിച്ചോളാം. ദീപക് കൊണ്ട് തന്നാ മതി. അല്ല, അപർണ നല്ലതായിട്ട് കുക്ക് ചെയ്യും. അത്യാവശ്യം കഴിക്കാത്തക്ക രീതിയിലേക്ക്. ദീപകിന് ഏതാ ഇഷ്ടം? നോൺ വെജിൽ ഏറ്റവും ഇഷ്ടം മട്ടൺ ആണോ ചിക്കൻ? ഞാൻ എല്ലാം കഴിക്കും. ചിക്കൻ ഇല്ല, ഞാൻ എല്ലാം, അതായത് ഇപ്പൊ കുതിര ഇറച്ചി ഞാൻ കഴിച്ചു നോക്കിയിട്ടായിരുന്നു. എനിക്ക് കുതിര ഭയങ്കര ഇഷ്ടമുള്ള വിഭവമല്ല. എനിക്ക് ഹോഴ്സ് റൈഡിങ് ഒക്കെ ചെറുതായിട്ട് എനിക്ക് ഇഷ്ടമാണ്, ഞാൻ ചെയ്തിട്ട് പഠിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പം ഈ അടുത്ത് കസാഖിസ്ഥാനിൽ പോയ സമയത്ത് നമ്മൾ അവിടെ എത്തിയിട്ടാകുമ്പോൾ അവിടുത്തെ എന്താണ് അവരുടെ ഫുഡ് മെയിൻ ഡിഷ് നോക്കിയിട്ട് കഴിച്ചു നോക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, പരീക്ഷണം. അപ്പൊ അങ്ങനെ കുതിരയാണ് അവിടെ മെയിൻ. അപ്പൊ കഴിച്ചു കഴിഞ്ഞ പിന്നെ ഞാൻ ഇങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ചിക്കൻ മാരിയോ മട്ടൺ മാരിയോ ഒരുപാട് കഴിക്കാൻ പറ്റില്ല. ഞാനൊരു കുറച്ചൊരു റൗണ്ട് ഒരു പീസ് 2 പീസ് ഉണ്ടായിരുന്നു. അപ്പൊ അത് ചെറിയ സ്ലൈസ് ആയിരുന്നു. അപ്പൊ അത് എന്തിന്റെ ടേസ്റ്റ്? അത് കുതിരയുടെ ടേസ്റ്റ് അല്ല ഞാൻ ചോദിച്ചത്, ഞങ്ങൾക്ക് അറിഞ്ഞൂടാ കുതിരയുടെ ടേസ്റ്റ്. അത് ആക്ച്വലി എന്തിന്റെ ടേസ്റ്റ്? ഇപ്പൊ നമ്മളൊരു ചിക്കന്റെ ബ്രസ്റ്റ് പീസ് കഴിക്കുമ്പോ അത് ഒത്തിരി ഫൈബർ പോലെ അല്ലേ, അങ്ങനെയാണോ അതോ മട്ടൺ കഴിക്കുന്നതിന്റെ പോലെ? അല്ല, മട്ടൺ കഴിക്കുന്ന ഇത് കഴിക്കാൻ പറ്റില്ല, നമുക്ക് ഒരുപാട് കഴിക്കാൻ പറ്റില്ല. കട്ടിയല്ല, നമുക്കൊരു പ്രത്യേകിച്ചൊരു ഫ്ലേവർ കിട്ടില്ല. പക്ഷെ എന്നാലും മീറ്റിന്റെ ടേസ്റ്റ് ഇല്ല. അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു 2 പീസാണ് എനിക്ക് അത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു കഷ്ണം എടുത്ത് കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പിന്റെ ടേസ്റ്റ്, ഉപ്പ് കുറച്ച് ഹൈ ആയ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ പ്രിപ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ ആക്കിയതായിരിക്കാം. അല്ലാതെ എനിക്കൊന്നും ആ ഉപ്പിന്റെ ടേസ്റ്റും കൂടി ഇല്ലെങ്കിൽ അത് കുറച്ച് നമുക്കൊരു കൊള്ളില്ല. പിന്നെ മുതലേനെ കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. കഴിച്ചു നോക്കി മുതല ആക്ച്വലി ടേസ്റ്റ് ഒരു ചിക്കൻ്റെ ഒരു ടേസ്റ്റ് ആയിരുന്നു. പക്ഷെ അതിന്റെ ഒരു ചെറിയൊരു സ്മെല്ല് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. കുതിരനെയും കഴിക്കൂല, എനിക്ക് കഴിക്കൂല. ഞാൻ ഒരു പ്രാവശ്യം ടേസ്റ്റ് എന്താന്ന് അറിയാനേ നോക്കിയുള്ളൂ. ഇവിടെ ഇപ്പൊ കുതിരയില്ല, മുതലേ ഇല്ല, ഒന്നുമില്ല. ഇവിടെ ഇപ്പൊ താറാവേ ഉള്ളൂ. താറാവ് കഴിക്കുമല്ലോ അല്ലേ? അതെ, ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, എപ്പോഴെങ്കിലും ഡയറക്റ്റ് ചെയ്യാൻ ഇഷ്ടമാണ്? ഒട്ടും ഇഷ്ടമല്ല. ഇഷ്ടമല്ലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഒരു പാഷൻ ഉള്ളിൽ എവിടെയോ, അതായത് അഭിനയിച്ചിട്ടൊക്കെ ഒന്നും രക്ഷപ്പെടൂല എന്നൊക്കെ എത്തിയിട്ട് കുറെ കഴിഞ്ഞ് പടമൊന്നും കിട്ടുന്നില്ല എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ
എന്നാ പിന്നെ ഒന്ന് ഡയറക്ട് ചെയ്താലോ. അങ്ങനെ ചിന്തിക്കുന്ന ഒരു മേഖലയിലല്ല, അതിനും അതിന്റേതായ റെസ്പെക്ട് അങ്ങനെ കാര്യങ്ങളില്ലേ? അല്ലല്ല അങ്ങനെയല്ല, അതുകൊണ്ടല്ല. അങ്ങനെ പല ഓരോ ഓപ്ഷൻ ഇല്ലാണ്ടിരിക്കുമ്പോൾ ചിന്തിക്കാനുള്ളൊരു ഓപ്ഷൻ അതിന് അത്യാവശ്യം അല്ല. ഡയറക്റ്റ് ചെയ്യാന്ന് പറയുന്നത് ഇപ്പം ഒരു സിനിമയുടെ മൊത്തം ടോട്ടാലിറ്റി അറിയണം. പിന്നെ ഈ പറയുന്ന പോലെ പെട്ടെന്ന് വന്ന് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമല്ല. മൊത്തം അത്യാവശ്യം എന്തൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പൊ അഭിനയിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നമുക്ക് അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. മറ്റതെല്ലാം വേണമല്ലോ. അത്രയും ടെൻഷൻ എടുക്കാൻ ഇപ്പൊ വയ്യ. എന്തിന് സമാധാനായിട്ട് ജീവിക്കാലോ. ഫുഡൊക്കെ കഴിച്ച് വല്ലപ്പോഴും ടെൻഷൻ പിടിക്കുന്ന ഇഷ്ടമല്ല. ഒരുപാട് ടെൻഷൻ പിടിക്കേണ്ട ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നുന്നത്. അപ്പുറം നല്ലതായിട്ട് കുക്ക് ചെയ്യും, തരക്കേടില്ല, കഴിക്കാൻ പറ്റുന്ന പോലെ കുക്ക് ചെയ്യും എന്ന് പറഞ്ഞു. ദീപക് എപ്പോഴെങ്കിലും ആ ടെൻഷൻ എടുത്തിട്ടുണ്ടോ? കുക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ കോവിഡിന്റെ സമയത്തൊക്കെ അത്യാവശ്യം ബീഫ് കറി, ചിക്കൻ കറി, പൊറോട്ടയൊക്കെ. ശരിക്കും കോവിഡ് ഒരു അനുഗ്രഹമായിരുന്നു. മിക്കവരും കുക്കിംഗ് പഠിച്ച സമയം, പുതിയ പുതിയ സ്റ്റാർട്ടപ്സ് തുടങ്ങിയ സമയം അല്ലെ, ഒരുപാട് സംരംഭങ്ങൾ. കോവിഡിന് ശേഷം എനിക്ക് തോന്നുന്നു കുറെ പലരുടെയും ലൈഫ് പല രീതിയിലും മാറിയിട്ടുണ്ട്. സത്യം. എനിവേ, ഈ തിരക്കിന്റെ ഇടയിലും വന്നു. ഐ എം സോ ഹാപ്പി. ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ഇനിയപ്പോ ആ സിനിമ നോക്കിയിരിക്കുക കേട്ടോ. കാരണം ഉറപ്പായിട്ടും വരിക, കഴിക്കാൻ, ചേച്ചി കാണാം. സന്തോഷം കേട്ടോ. അതെന്നാ ഏറ്റവും സന്തോഷം. ദീപക് എന്റെ ഫസ്റ്റ് സീസണിൽ വന്നു, സെക്കൻഡ് സീസണിൽ വന്നപ്പോ ഇപ്പൊ എന്റെ വീട്ടിലെ ഒരു അംഗമായി മാറി. ശരിക്കും എന്റെയും എന്റെ പ്രേക്ഷകരുടെയും ഒക്കെ വീട്ടിലെ ഒരു ആളായി മാറിയിരിക്കും. അപ്പൊ എത്രയായാലും ഞങ്ങളുടെ ബ്ലെസ്സിങ്സും എന്താ പറയാ പ്രാർത്ഥനയും കൂടെ ഉണ്ടാവും. അത് മാത്രല്ല, ഇപ്പൊ ആ തെയ്യത്തിന്റെ കഥ കേട്ടപ്പോ ഉണ്ടല്ലോ, ദീപക് മാക്സിമം നല്ലതായിട്ട് പെർഫോം ചെയ്യട്ടെ എന്നുള്ള പ്രാർത്ഥന ഞങ്ങൾ എല്ലാവരുടെയും ഉണ്ടാവും. ഒരു വലിയൊരു ആക്ടർ, ഒരു അവാർഡൊക്കെ ഞങ്ങള് പ്രാർത്ഥിക്കാം അല്ലേ? പ്രാർത്ഥിച്ചോ, കിട്ടിയ സന്തോഷം. ഫസ്റ്റ് ഞങ്ങളെ വിളിക്കണം കേട്ടോ. ഞങ്ങളെ വിളിച്ച് ഞങ്ങളൊക്കെ ഒന്ന് സന്തോഷിക്കാം. നമുക്ക് ഇവിടെ ആനീസ് കിച്ചണിൽ ഒരു ട്രീറ്റ്. ഓക്കെ, എനിവേ താങ്ക് യു വെരി മച്ച്. ഓക്കെ ദീപക്, ഒന്ന് കഴിച്ചു നോക്കൂ. ഇനി ആടും കുതിരയും മുതലേ ഒന്നും അല്ലാതെ താറാവ്. ശരിക്കും അല്ല, ഓരോ സ്ഥലത്ത് അവരവരുടെ ഫുഡ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കഴിച്ചു നോക്കിയെന്ന് മാത്രമല്ല, അവർക്ക് ഈ പറയുന്ന പോലെ താറാവ് കഴിക്കുന്ന, ചിക്കൻ കഴിക്കുന്ന അതേ ഫീൽ തന്നെയായിരിക്കും കുതിര കഴിക്കുന്നുണ്ടാവാന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കുതിരയെ പോലെ പോയതൊക്കെ പറഞ്ഞു. കൊള്ളാം, ഇഷ്ടായോ? അടിപൊളി. താങ്ക് യു. പീസ് കഴിച്ചില്ല, കറി അടിപൊളി. ഗ്രേവി അല്ലേ? ഇത് പീസൊക്കെ കഴിക്കണമെങ്കിൽ നമുക്കൊരു സമാധാനം വേണം. എല്ലാരും പോണം. വെപ്രാളം പിടിച്ചൊന്നും കഴിക്കാൻ പറ്റുകയില്ല, പറയുകയും ചെയ്യരുത് അല്ലേ? എനിവേ താങ്ക് യു. അപ്പൊ എന്റെ പ്രേക്ഷകര് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ താറാവ് കറി ഉണ്ടാക്കി നോക്കണം. അപ്പവും താറാവ് കറിയാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ. ഇല്ലെന്നുണ്ടെങ്കിൽ വെള്ളച്ചോറ്, ഇതൊക്കെയാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിവേ താങ്ക് യു വെരി മച്ച് ദീപക്. ഇനി പുതിയ വിഭവങ്ങളും പുതിയ അതിഥികളും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Till then, goodbye.